സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ വ്യവസായ നഗരമാണ് യാംബു. എണ്ണ ശുദ്ധീകരണശാലകളും പെട്രോ കെമിക്കൽ സ്ഥാപനങ്ങളും എല്ലാമുള്ള ചെങ്കടൽ തീരത്തെ നഗരം. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി യാംബുവിന് പൂക്കാലമായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ പുഷ്പമേളയാണ് യാംബു പുഷ്പോത്സവം. പൂക്കളും ചെടികളും പരിമളവുമായി യാംബു കൂടുതൽ സുന്ദരിയായ നാളുകളിലെ കാഴ്ച ഇങ്ങനെയാണ്. എണ്ണിയാലൊടുങ്ങാത്ത പൂക്കൾ, പല നാടുകളിലെ പൂച്ചെടികൾ, കാഴ്ചകൾ കണ്ട് നടന്നു നീങ്ങുമ്പോൾ കരളു കവരുന്ന പൂമണം. 4 ആഴ്ചയോളം മരുഭൂമിയിലെ വൃന്ദാവനമായിരുന്നു യാംബു. യാംബു റോയൽ കമ്മീഷന്റെ മേൽനോട്ടത്തിൽ അൽ മുനസബാത്ത് പാർക്കിലാണ് പുഷ്പോത്സവവും സാംസ്കാരിക ഉല്ലാസ പരിപാടികളും സംഘടിപ്പിച്ചത്. 16ാമത് ഫ്ലവർ ആൻഡ് ഗാർഡൻ ഫെസ്റ്റ് ആസ്വദിക്കാൻ മക്ക, മദീന, ജിദ്ദ, തായിഫ്, തബൂക്ക്, ദമാം, അൽക്കോബാർ തുടങ്ങി സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പേർ ഇവിടെ എത്തി. വലിയ വാഹനങ്ങളിൽ സംഘങ്ങളായിട്ടായിരുന്നു പലരുടെയും യാത്ര. നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പൂക്കളായിക്കോട്ടെ, അതുമാത്രമല്ല നമ്മുടെ കാർണിവലായിക്കോട്ടെ, വളരെ എന്താ പറയുക നോർമൽ റേറ്റിലുള്ള കാർണിവൽസും വളരെ ഒരുപാട് എക്സിബിഷൻ പോലെ നടക്കുന്നു, കാണാനൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ആണിത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഒരുപാട് കാണാനുണ്ട്. വെള്ളി, ശനി തുടങ്ങിയ ഒഴിവു ദിവസങ്ങളിലാണ് പുഷ്പോത്സവം കാണാൻ കൂടുതൽ പേർ എത്തിയത്. പ്രവാസി മലയാളികൾ കുടുംബത്തോടൊപ്പവും കൂട്ടുകാർക്കൊപ്പവും പൂക്കളും പൂച്ചെടികളും സാംസ്കാരിക പരിപാടികളും ആസ്വദിക്കാനെത്തി. ചില പ്രവാസി കൂട്ടായ്മകളും യാംബുവിലേക്ക് ഉല്ലാസയാത്രയൊരുക്കി. സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക വിനോദ പരിപാടികളിൽ ഒന്നായിരുന്നു യാംബു പുഷ്പോത്സവം. പൂക്കൾ കൊണ്ടുള്ള ഏറ്റവും വലിയ കാർപ്പറ്റ് ഉണ്ടാക്കി മേള കഴിഞ്ഞ വർഷം ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിരുന്നു. പല വർണ്ണങ്ങളിലും വലുപ്പത്തിലുമുള്ള പൂക്കൾ. രാത്രിയിൽ വർണ്ണവിളക്കുകൾ തെളിയുമ്പോൾ കാഴ്ചകൾ കൂടുതൽ സുന്ദരമാകും. സൗദി വിഷൻ 2030യുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ പരിസ്ഥിതി സൗഹൃദമായാണ് മേള ഒരുക്കിയത്. തനത് സാംസ്കാരിക കലാരൂപങ്ങളും മേളയുടെ മാറ്റുകൂട്ടി. ലേസർ ഷോ അടക്കമുള്ള കലാപരിപാടികളും മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. 5 റിയാൽ മാത്രമാണ് പ്രവേശനത്തിന് ഈടാക്കിയത്. കുറഞ്ഞ നിരക്കിൽ ഗ്രൂപ്പ് ടിക്കറ്റ് എടുത്ത് കാഴ്ചകളും വിനോദങ്ങളും ആസ്വദിക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നമ്മൾ ഇവിടെ ഒരു സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാണുന്നത് പൂക്കളാണ്. നമ്മളിൽ കാണാത്തതും നമ്മൾ കണ്ടതുമായ കുറേ പൂക്കൾ ഇവിടെ നമുക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. ഫ്ലവർ ഷോ എന്ന ഈ ഒരു പദ്ധതി നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് മാത്രമല്ല ഒന്നടങ്കമുള്ള ആൾക്കാർക്ക് വന്ന് കണ്ട് സന്തോഷിക്കാറുള്ളതാണ്. ഈ പൂക്കളൊക്കെ കാണുമ്പോൾ പ്രത്യേക സന്തോഷമാണ് ഉണ്ടാകുന്നത്. പുഷ്പോത്സവ വേദിയിൽ മാത്രമല്ല കാഴ്ചകളും വിനോദങ്ങളും ഉള്ളത്. തൊട്ടടുത്ത പ്രദേശങ്ങളിലും പുഷ്പോത്സവത്തിന്റെ ഭാഗമായി വിവിധ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ബീച്ചുകളും അണിഞ്ഞൊരുങ്ങി ആഘോഷത്തിന്റെ ഭാഗമായി. യാംബു ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ജിദ്ദയിൽ നിന്നും ഇവിടെ പുറപ്പെട്ടു. ഞങ്ങൾ ബീച്ചിൽ പോയി പിന്നെ കുളിച്ചു. ശേഷം ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഞങ്ങളുടെ ടീംസ് മൊത്തവും ഇവിടെ വന്നിട്ടുണ്ട്. വളരെ മനോഹരിതമായ പിന്നെ പൂക്കളുടെ ഒരു പൂക്കാലം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആ ആഹ്ലാദത്തിലാണ് ഞങ്ങളെല്ലാവരും. കാഴ്ചകൾ മാത്രമായിരുന്നില്ല മേളയുടെ പ്രത്യേകത. പൂച്ചെടികളെ വളർത്തുന്നത്, പൂന്തോട്ട പരിപാലനം, ചെടികളുടെ പ്രത്യേകത, ഇങ്ങനെ പൂക്കളും പൂച്ചെടികളുമായി ബന്ധപ്പെട്ട എല്ലാം മനസ്സിലാക്കാനും മേള വഴിയൊരുക്കി. വിത്തുകളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും പറഞ്ഞു തന്നു. വിശാലമായ പാർക്കിംഗ്, വിശ്രമ കേന്ദ്രം, കുട്ടികൾക്കുള്ള കളിസ്ഥലം, ഉല്ലാസ കേന്ദ്രം, ഇങ്ങനെ യാംബുവിൽ ഒന്നിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല. സന്ദർശകരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്നതായിരുന്നു യാംബുവിലെ പുഷ്പമേള. ഈ ചെടികളെ കുറിച്ച് നമ്മൾ പഠിക്കാനും പൂക്കളെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ വിത്തുകളൊക്കെ ഇവിടെ ഷോപ്പിലൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കളക്ട് ചെയ്യാം, വാങ്ങാം. കാരണം ചെടിയെ ഇഷ്ടപ്പെടുന്നത് വലിയൊരു കാര്യമാണ്. ഒരു പുഷ്പങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിന് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അവധിക്കാലങ്ങൾ കിട്ടുന്ന സമയങ്ങളൊക്കെ ഈ യാംബു ഫ്ലവർ ഷോ കാണുക. അത്രത്തോളം വളരെ വൃത്തിയോടുകൂടിയാണ് ഇവിടുത്തെ ഗവൺമെൻറ്, പ്രത്യേകിച്ച് റോയൽ ഹൈ കമ്മീഷൻ യാംബു വളരെ സുസജ്ജമായ രീതിയിലാണ് ഇവിടെ ഫ്ലവർ ഷോ വന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ദിനേന അവരുടെ ഒഴിവുകാലം ചെലവഴിക്കാൻ ഈ യാംബുവിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 4 മുതൽ രാത്രി 12 മണി വരെയായിരുന്നു പ്രവേശനം.
വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും സ്റ്റേജ് ഷോകളും സന്ദർശകരെ ആകർഷിച്ചു. സൗദി അറേബ്യയുടെ സാംസ്കാരിക പൈതൃകം നിറഞ്ഞ കലാപരിപാടികൾ നിരവധി പേരെ ആകർഷിച്ചു. അൽ മിസ്മാർ, അൽ ജിസാനി, അൽ ബഹരി, അൽ ഗുബൈദി തുടങ്ങിയ പരമ്പരാഗത നാടോടി നൃത്തങ്ങളും വാദ്യസംഗീത പരിപാടികളും സ്വദേശികളെയും പ്രവാസികളെയും ആവേശം കൊള്ളിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പല രീതിയിലും പല വിധത്തിലുമുള്ള ഫ്ലവേഴ്സ് കണ്ട് ഒരുപാട് വ്യൂവേഴ്സ് ടീം ഇവിടെ കാണാൻ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്. യാംബു വ്യവസായ നഗരത്തിലെ താമസക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുകയും പടിഞ്ഞാറൻ മേഖലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാക്കി യാംബുവിനെ മാറ്റുകയുമായിരുന്നു മേളയുടെ ലക്ഷ്യം. പക്ഷികളുടെ സങ്കേതം, ഫ്ലവർ ഹിൽ, ഫ്ലവർ വില്ലേജ്, ഫ്ലവർ വോൾക്കാനോ തുടങ്ങി നിരവധി വിനോദ മേഖലകൾ കൂടി ഈ നഗരത്തിന്റെ ഭാഗമായുണ്ട്. വ്യവസായത്തിനൊപ്പം വിനോദവും കൂടി ചേർത്ത് ജീവിതം കൂടുതൽ സുന്ദരവും സുരഭിലവുമാക്കുകയാണ് യാംബു.